ഒറ്റ ചോദ്യമുള്ളൂ അദ്ദേഹത്തോട്, അള്ളാഹു മിത്താണോ? People call me ഡോക്ടർ ആരിഫ് ഹുസൈൻ അങ്ങ് ഇടപെടാൻ നോക്കുന്നുണ്ട്, എന്താണ്? ഒറ്റ ചോദ്യമുള്ളൂ അദ്ദേഹത്തോട്, അള്ളാഹു മിത്താണോ? അല്ല ആരാ പറഞ്ഞ? അല്ല, ഗണപതി മിത്താണെന്ന് നിങ്ങൾ പറഞ്ഞാണോ? ഏത് നേരത്താണോ? ഇവിടെ അതിന്റെ ആളുകളൊക്കെ അത് സപ്പോർട്ട് ചെയ്തതാണ്, ഇടതുപക്ഷം അത് വലിയ തോതിൽ പൊക്കി പിടിച്ചാണ്. നിങ്ങളൊന്ന് പറയൂ, ഒറ്റ ശ്വാസത്തിൽ പറയൂ, അള്ളാഹു മിത്താണോ? അരി വെക്കാമെന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാൻ. ഞാൻ പറഞ്ഞിട്ട് എല്ലാം വിശ്വാസത്തിന്റെ അള്ളാഹു മിത്താണോ? അതെ, ഗണപതി മിത്താണല്ലോ. അല്ലാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പല ചർച്ചകളിലും ഈ വിഷയം നിങ്ങളെ പോലുള്ള പ്രതിനിധികളുടെ മുന്നിലേക്ക് ഉയർത്തിയതാണ്. പക്ഷേ കൃത്യമായ ഒരു മറുപടി എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് പേടിയാണോ? എനിക്ക് കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഗണപതി മിത്താണ്, എനിക്ക് പറയാം അള്ളാഹു മിത്താണ്. നിങ്ങൾ പറയൂ, അള്ളാഹു മിത്താണ്. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണ പറ. അല്ല ഞാൻ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഇതല്ലേ. എന്നിട്ട് സാറ് മുങ്ങിയ അത് അപ്പൊ ഗണപതി എന്താ വിശ്വാസത്തിന്റെ? ഗണപതി എല്ലാം ഇപ്പൊ അള്ളാഹു സതീഷ് വസന്ത്, നിങ്ങൾ ഇപ്പോൾ ഗണപതി മിത്താണ് എന്ന് ഷംസീർ പറഞ്ഞല്ലോ. ആ വാക്കുകളിലൊക്കെ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അല്ലാഹു മിത്താണ് എന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഷംസീർ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി. എന്താ നീലിമ ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിയതൊക്കെ എനിക്ക് അത്രേ ഉള്ളൂ. സ്വാഭാവികം. അള്ളാഹു മിത്താണോ? നിങ്ങൾ ഉത്തരം പറയാതെ എല്ലാം മിത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഇതിലാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങൾ ക്ലിയർ ഗണപതി മിത്താണ് എന്ന് നിങ്ങൾക്ക് ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റുന്ന പോലെ അള്ളാഹു മിത്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാമോ? എനിക്കത് കേട്ടിട്ട് വേണം ഒന്ന് ഇഹലോകം വെടിയാൻ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? അല്ലല്ല അത് എന്റെ വായി നിന്ന് കേൾക്കാൻ വേണ്ട. അതെന്താ കേൾക്കാൻ ഇത്ര പാട്? അതെന്താ നിങ്ങൾക്ക് ഇത്ര പാട്? അത്രയ്ക്ക് പേടിയാണോ? ഗണപതി മിത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. നിങ്ങൾ ഒരു 3-4 തവണ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഗണപതി മിത്താണ് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വായിൽ നിന്നും അള്ളാഹു മിത്താണ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ഊരി പോകും? എന്നൊന്ന് പറയൂ, ഒന്ന് കേൾക്കട്ടെ. എനിക്ക് കൊതിയായിട്ടാണ്. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. ഗണപതി മിത്താണ് പ്രശ്നം. നിങ്ങൾ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നിലപാടിൽ നിന്ന് മാറ്റമില്ല. നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ചോദിക്കുന്നത് ഇവിടെ അതിനു മുന്നേ പി ജയരാജൻ ഒരു പുസ്തകം പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞു ഇവിടെ ഐസിസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതിനെ കുറിച്ച്, കണ്ണൂരിൽ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് വലിയ ചർച്ചയായപ്പോ എന്താ അവസാനം ഉണ്ടായത്? അത് പിൻവലിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇവിടെ ഉണ്ടായത്? എന്റെ അമ്മയെ നാട്ടിച്ച് അത് ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. അപ്പൊ എന്താ ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ലേ? ഇവിടെ ഇപ്പൊ ഈ പറയുന്ന സ്ലീപ്പർ സെൽ ഇല്ലേ? അത് അസ്തമിച്ചു പോയോ? ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഓരോ DGP-മാരും പറയുന്ന കാര്യമല്ലേ? ബെഹ്റ പറഞ്ഞില്ലേ? അതിന് മുന്നേ ഉള്ള ആള് പറഞ്ഞില്ലേ? സത്യമാണോ ഈ പറയുന്നത്? ഇവിടെ ഐസിസിന്റെ ഈ സ്ലീപ്പർ സെൽസ് ഉണ്ട്. നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ എന്താ പാട്? അപ്പൊ അത് പി ജയരാജൻ പറയുമ്പോൾ അത് ചർച്ചയാകുമ്പോൾ അത് ഞാൻ പിൻവലിക്കുന്നത്. അത് ഞങ്ങളുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? വി എസ് അച്യുതാനന്ദൻ അത് പണ്ട് പറഞ്ഞതല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ അത് അവിടെ നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അത് നിങ്ങളുടെ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഈ ഇസ്ലാമിന്റെ വശത്തേക്ക് വരുമ്പോൾ ഒരു ഈ സൈഡ് വലിവ് അത് നാട്ടുകാർക്ക് മനസ്സിലാവും. നിങ്ങൾ മാത്രമല്ല ബിരിയാണി തിന്നുന്നത്, നാട്ടുകാരും ഒരു ബിരിയാണി ഒക്കെ തിന്നുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ആ തരത്തിലുള്ള സൈഡ് വലിവ് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവും. അതൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് അത് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഗണപതി മിത്താണ് എന്ന് പറയാനേ പറ്റുന്നുള്ളൂ, അള്ളാഹു മിത്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. എന്നാൽ എനിക്ക് പറയാൻ കഴിയും ഗണപതിയും മിത്താണ്, അള്ളാഹുവും മിത്താണ്. എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് പറഞ്ഞു കാണിക്കുക. എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നാൽ എന്താ കൊഴിഞ്ഞു പോകുന്നല്ലേ? അത് വരാൻ പറ്റില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ സത്യസന്ധനായ ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ ഒരു തവണ പറഞ്ഞു കേൾപ്പിക്കൂ. നിങ്ങൾക്ക് ഗണപതി മിത്താണെന്ന് പറയാൻ സാധിച്ച പോലെ ഒരു തവണ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കൂ അള്ളാഹു മിത്താണ്. എന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കാം. എല്ലാം മിത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണോന്ന് പറഞ്ഞ അപ്പ മരിക്കും. നിങ്ങളെന്നാ പറഞ്ഞു ഒന്ന് പറഞ്ഞു കേൾപ്പിക്കൂ. വ്യക്തമായിട്ട് നമ്മൾ ഗണപതി മിത്താണ് എന്ന് താങ്കൾ പറയുമ്പോൾ അതിന്റെ കൂടെ അല്ലാഹു എന്നുള്ളൊരു വാക്ക് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല.
ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? ഇതൊക്കെ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അപ്പുറമായിട്ട് നേരത്തെ ആരിഫ് പറഞ്ഞ പോലെ ചില ബോധങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ച്, അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഈ മിത്താണെന്ന് ബാക്കിയുള്ളതെന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അല്ല ആരിഫേ, എന്റെ വാക്യത്തിൽ നിന്നുള്ള ആ ഒരു ചർച്ച അത് വേണ്ട. അതെന്താ ഗണപതി മിത്താണെന്ന് നിങ്ങൾ ഒരു 4 തവണ പറഞ്ഞു. അതിന്റെ അത് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നതിൽ നിങ്ങൾക്ക് അറപ്പില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു മിത്താണ് എന്ന് പറയുന്നത് നിങ്ങളുടെ നാവിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ അറപ്പ്? 100% ഞാൻ യോജിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ഒരു ജില്ല ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കുന്നു. മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ, അത് നമ്മുടെ വിഷയം. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ ഇവിടെ 4 തവണ ഗണപതി മിത്താണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് റീപ്ലൈ ചെയ്ത് കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹു മിത്താണെന്ന് ഒരു തവണ പോലും പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അത് താങ്കളുടെ നാക്കിൽ നിന്നും വരില്ല എന്നും കൂടി നിങ്ങളിവിടെ ശപഥം ചെയ്യുന്നതൊക്കെ ഈ സുഗ്രീവ ശബ്ദം എന്തിനാണ്? എല്ലാത്തിനും പിന്നെ എന്താ പ്രശ്നം? അതൊന്ന് പറയൂ. ഏതൊരു ഇത് നമ്മൾ മിത്തിന്റെ ഇത് വെച്ച് തന്നെ നമ്മൾ പോകണം. ഇല്ലാതെ ഇവിടെ പോണേ മിത്താണ്. ഒരു സെന്റൻസ് പറയൂ, എനിക്കത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ഓർമ്മ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. അല്ല ആരിഫേ, എന്റെ വാക്യത്തിൽ കേൾക്കേണ്ട അതെന്താ കേട്ടാല് നിങ്ങളുടെ വായിൽ നിന്നും അത് വന്നാൽ എന്താ പ്രശ്നം? അത് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറയൂ. നിങ്ങളുടെ വായിൽ നിന്നും എന്താ ഗണപതി മിത്താണെന്നുള്ളത് മാത്രമേ വരുള്ളൂ. ഗണപതി അള്ളാഹു മിത്താണെന്നുള്ള സാധനം വരില്ലേ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അതെന്താ വരാത്തത്? സ്പീക്കർ പറഞ്ഞ ആ ഒരു വാചകത്തിന് ഇവിടെ സ്പീക്കറുടെ കാര്യം വിടൂ. നിങ്ങളുടെ നാക്കിൽ നിന്നും അത് വരില്ല വരില്ല എന്ന് നിങ്ങൾ ഈ ആവർത്തിക്കുന്നത് ഞാൻ കേട്ടോണ്ട് ഞാൻ ആശ്ചര്യപൂർവ്വം ചോദിക്കുകയാണ്. എന്താ നിന്റെ ഉദ്ദേശം? ഗണപതി മിത്താണ് എന്ന് നിങ്ങളുടെ നാക്കിൽ നിന്ന് വരാണെങ്കിൽ അള്ളാഹു മിത്താണ് എന്ന് വന്നാൽ വലതുപക്ഷത്തിന്റെയോ ഒരു പ്രതിനിധിയിൽ നിന്ന് ഇത്തരത്തിൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെ അങ്ങനെ മുറിപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകില്ല. സത്യമാണ്. തുടക്കമിട്ടത് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സമുദായത്തിലുള്ള എന്തെങ്കിലും ഏത് മതത്തിലെ ആൾക്കാരാലും ഭീകരവാദികളെ നമുക്ക് സമയമില്ല. ഒരു തവണയും കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഒന്ന് പറയൂ. ഗണപതി മിത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഒരു തവണയും കൂടി നിങ്ങൾ അള്ളാഹുവും മിത്താണ് എന്നൊന്ന് പറഞ്ഞത്. താമരശ്ശേരി ചുരം അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പണി നടക്കട്ടെ. ഒരു തവണ ഞാൻ ലാസ്റ്റ് ഇനി ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു തവണ ചോദിച്ചാൽ നിർത്താം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്, എല്ലാം മിത്തിന്റെ ഒരു ഭാഗമാണ്. അത് ഭരണ ഭയക്കോ കൊടുത്തു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ആരിഫ് ഉന്നയിച്ച ആ ചോദ്യത്തിന് നിങ്ങൾക്കെന്തല്ല ഇടത് വലത് മുന്നണികളിൽപ്പെട്ട പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും അക്കാര്യത്തിൽ മറുപടി ഉണ്ടാകില്ല. കാരണം കേരളം അത്തരത്തിൽ ഒരു രാഷ്ട്രീയ കെമിസ്ട്രിയിൽ പെട്ട് കിടക്കുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ ഒരു തരത്തിലും മുറിപ്പെടുത്താൻ നിങ്ങളുടെ നേതാക്കളോ നിങ്ങളുടെ അണികളോ ഒന്നും തയ്യാറാകില്ല. എന്ത് പറ്റി രമണ? ഈ കേസും ഒരു മാധ്യമങ്ങളോ ഇടത് വലത് മുന്നണികളിൽ ഒരാൾ പോലും പ്രതികരിക്കും. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ.